അൻപേ നന്ദേ. പൂക്കി വൈബ് പിടിച്ചിട്ടുള്ള ഒരു കലകലക്കൻ പൂരത്തിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ കൂടെ ആരാ ഉള്ളത് അർജുനെ? നമ്മുടെ സ്വന്തം വാസുകി മാം ആണ് കൂടെ ഉള്ളത്. ഹലോ എവ്രിവൺ, ഹായ്. എങ്ങനെ പോകുന്നു മാം? കലോത്സവം എങ്ങനെയുണ്ട്? പൊടി പഠിക്കുകയാണോ? യെസ്, വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പരിപാടികളൊക്കെ വളരെ സൂപ്പറാണ്. കുട്ടികളുടെ ടാലന്റ് ഒക്കെ നോക്കിയിട്ട് ഞെട്ടി പോവാണ്. ആഹാ, ഈ പൂക്കി ജനറേഷനെ കണ്ടിട്ട് മാമിന് എന്താ തോന്നുന്നത്? വെരി ക്യൂട്ട്. പക്ഷെ എനിക്ക് ലെഫ്റ്റ് ഹാൻഡേ വരുള്ളൂ. എനിക്ക് ലെഫ്റ്റേ വരുള്ളൂ. അല്ല, നമ്മുടെ പൂക്കി മാം ഒരു നല്ല ഗായിക കൂടിയാണെന്ന് കേട്ടു. ഞങ്ങൾക്ക് വേണ്ടി ഒരു നല്ല പാട്ട് വേണം. ഞാൻ ഗായികയൊക്കെ ഒന്നുമില്ല, ഞാൻ ബാത്റൂം സിംഗർ ആണ് കേട്ടോ. കുഴപ്പമില്ല, ഇപ്പൊ നമുക്ക് പുറത്തെടുക്കാറുണ്ട് ഇത്തിരി. ഓക്കെ. മഞ്ചം വந்த தென்றலுக்கு மஞ்சம் வர நெஞ்சமில்லையோ அன்பே என் அன்பே தொட்டவுடன் சுட்டதென்ன கட்டழகு வட்டமிடவோ கண்ணே என் கண்ணே பூவாளமே கூடாதென்னும் வானம் உண்டோ சொல் மன்றம் வந்த தென்றலுக்கு மஞ்சம் வர நெஞ்சமில்லையோ അൻപേ നന്ദേ. മാഡത്തിന് ഇങ്ങനെ ഇപ്പോഴും ഈ പറയുന്ന ഒരു എനർജി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഈ പൂക്കി വൈബ് ഒരുപാട് ഗുണം ചെയ്തു. ഓരോ ജനറേഷൻ അനുസരിച്ച് മാറാൻ വേണ്ടി കഴിയുന്ന ആ ഒരു ജനറേഷനൊപ്പം ജീവിക്കുന്നത് ഗുണമായി മാറുന്നില്ലേ? സത്യം പറയട്ടെ, അതൊക്കെ എനിക്ക് എൻ്റെ മെഡിറ്റേഷനാണ് സഹായിക്കുന്നത്. എൻ്റെ ബ്രെയിൻ എപ്പോഴും യങ്ങായിട്ട് വെക്കണമെങ്കിൽ മെഡിറ്റേഷനാണ് സഹായിക്കുന്നത്. യൂത്തിനോട് കൂടി നിൽക്കുമ്പോൾ കുറച്ചുകൂടി യങ്ങായി മാറുന്നു. എൻ്റെ കുട്ടികളോട് നിൽക്കുമ്പോൾ എനിക്ക് യൂത്ത്ഫുൾ ആയി മാറുന്നുണ്ട്. അവരൊക്കെ ജെൻ ആൽഫ അല്ലേ, അവർ പല പാട്ടുകളും എന്നെ പഠിപ്പിക്കുന്നു, ഞാനും അവരോട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു യൂത്ത്ഫുൾ അമ്മയായതുകൊണ്ടാണ് കുട്ടികളെ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അർജുന, വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? മാഡം ഈ മലയാളം അറിയുമ്പോഴേ നമ്മുടെ പ്രേമത്തിലെ മലർ മിസ്സിനെ ഓർമ്മ വരുന്നുണ്ടോ? അതെന്താ? അതെനിക്കറിയാം. പ്രേമം കണ്ടിട്ടില്ല മാം? പ്രേമം യെസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിലെ മലർ മിസ്സിനെ അറിയില്ലേ? അതുപോലെയുണ്ട് മാഡത്തിന്റെ മലയാളം. തമിഴും മലയാളം കൂടി ക്യൂട്ടാണ്. താങ്ക് യു. എന്താണെങ്കിലും നമ്മുടെ ഈ ക്യൂട്ട് മാമിന്റെ ഒപ്പം അതുപോലെ തന്നെ ക്യൂട്ട് മന്ത്രിയുടെ ഒപ്പം പൂക്കി വൈബാക്കിയിട്ട് നമ്മുടെ ഈ കലകലക്കൻ പൂരം ഇനിയും കലക്കിക്കൊണ്ടിരിക്കും. കൂടുതൽ വിശേഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കലകലക്കൻ പൂരം റിപ്പോർട്ടർ ടിവിയിൽ കാണുക.